കായംകുളം മുരിക്കുമൂട്ടിൽ UDF സ്ഥാനാർത്ഥി M. ലിജുവിന് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തി. സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുരിക്കുമൂട് ജംഗ്ഷനിൽ സ്വീകരണ സമ്മേളനം നടന്നു. സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു നസറുള്ള അധ്യക്ഷനായി. രാജേഷ് പുത്തൻവീടൻ, യൂസഫ് കുഞ്ഞ്, അൻവർ കരിയിലക്കാട്, വള്ളിയിൽ റസാക്ക്, സാംജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാടിന് മാറ്റം ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി കേരളം ഭരിക്കുന്ന LDF ഗവൺമെന്റ് 10 വർഷക്കാലം ഒരു നീണ്ട കാലയളവാണ്. യഥാർത്ഥത്തിൽ നാട്ടിൽ ഗുണപരമായ നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് സാധ്യമാകും. പക്ഷെ കേരളത്തിൽ അത് ഉണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം. അത് ഞാൻ ഈ സ്വീകരണ പരിപാടികളുമായി വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ കടന്നുപോയതെല്ലാം മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കൾക്ക് തൊഴിലില്ല എന്നുള്ളതാണ്. അഭ്യസ്തവിദ്യരായിരിക്കുന്ന ചെറുപ്പക്കാർ ഈ നാട്ടിൽ തൊഴിൽ ലഭിക്കാതെ നാട് വിട്ടുപോകുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. കേരളത്തിന്റെ പൊതുകടം ഏകദേശം 6 ലക്ഷം കോടിയാണ്. പെൻഷൻ കൊടുക്കുന്നതും ശമ്പളം പ്രതിമാസം കൊടുക്കുന്നതും കടമെടുത്തുകൊണ്ടാണ്. അല്ലാതെ സർക്കാരിന് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. കേരളത്തിന്റെ ഭാവി തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ മാറ്റം ഉണ്ടാകാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുക, ഐക്യ ജനാധിപത്യ. CDNet ന്യൂസ്, കായംകുളം.